ഹായ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ദ കിസ്സിങ് ഹാൻഡ് എന്ന മിസ് റാക്കൂൻ്റെയും ചെസ്റ്ററിൻ്റെയും ലിറ്റിൽ ചെസ്റ്ററിൻ്റെയും സ്റ്റോറിയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് അതിൻ്റെ ബാക്കി സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ബാക്കി സ്റ്റോറി കേൾക്കാൻ റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നോക്കാം. ഓക്കെ. Miss Raccoon took Chester's left hand and spread his tiny fingers into a fan. Leaning forward, she kissed Chester right in the middle of his palm. Chester felt his mother's kiss rush from his hand up his arm and into his heart. Even his silky black mask tinkled with a special warmth. Miss Raccoon smiled now. She told Chester, "Whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mommy loves you. Mommy loves you." And that very kiss will jump from your face and fill you with toasty warmth. She took Chester's hand and carefully wrapped his fingers around the kiss. സോ അപ്പോൾ ഈ ഒരു പേജ് നമ്മുടെ എന്താണ് നടക്കുന്നത്, മിസ് റാക്കൂൺ എന്ത് ചെയ്തു, ചെസ്റ്ററിന് ആ സീക്രട്ട് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ റാക്കൂൺ എന്ത് ചെയ്യും, മിസ് റാക്കൂൺ പതുക്കെ ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്തു, ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ചെസ്റ്ററിൻ്റെ കുഞ്ഞു കുഞ്ഞു ഫിംഗേഴ്സ് എന്ത് ചെയ്തു, ഇങ്ങനെ ഫാൻ പോലെ വിടർത്തി വെച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ ആ കൈ തൻ്റെ ചുണ്ടിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ നടുക്ക് എന്ന് പറഞ്ഞൊരു ഉമ്മം കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, അങ്ങനെ ഉമ്മം കൊടുത്തപ്പോൾ ചെസ്റ്ററിന് എന്താ ഫീൽ ചെയ്തത്, ചെസ്റ്ററിൻ്റെ അമ്മ കയ്യിൽ കൊടുത്ത ആ ഉമ്മ ചെസ്റ്ററിൻ്റെ കയ്യിലൂടെ ഇങ്ങനെ കയറി തൻ്റെ ഹാർട്ടിലേക്ക് എത്തും പോലെ ചെസ്റ്ററിന് തോന്നി അല്ലേ. എന്താണ്, ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. എന്താണ് പറഞ്ഞേക്കുന്നത്, നമ്മുടെ ചെസ്റ്ററിൻ്റെ സിൽക്കി എന്ന് വെച്ചാൽ പട്ടുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കറുത്ത മാസ്ക് അല്ലേ. എന്താണ് കറുത്ത മാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, ചെസ്റ്ററിൻ്റെ മുഖത്ത് ഫേസിൻ്റെ അവിടുത്തെ മുടി രോമാണല്ലേ, നല്ല സോഫ്റ്റും സിൽക്കിയും ആയിട്ടുള്ള നല്ല കറുത്ത കളറിലുള്ള മാസ്ക് എന്ത് ചെയ്തു, ടിങ്കിൾ വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. ടിങ്കിൾ എന്ന് പറഞ്ഞാൽ ടു എക്സ്പീരിയൻസ് എ സ്ലൈറ്റ് സ്റ്റിങ്ങിങ് സെൻസേഷൻ എന്ന് വെച്ചാൽ ഒരു ഇക്ലിയാക്കും പോലത്തെ ഒരു, നമുക്ക് എന്താ ഈ ഗൂസ് ബംസ് കുളിര് പോരുക എന്നൊക്കെ പറയൂലേ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഷിവറിങ് നമ്മുടെ ദേഹത്തോടെ ഇങ്ങനെ എന്തോ ഒരു കറണ്ട് കയറിപ്പോയൊരു പോക്ക്, അതിനെയാണ് നമ്മൾ ടിങ്കിൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, തൻ്റെ ആ ഒരു രോമമൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കും പോലെ നമ്മുടെ ആർക്ക് തോന്നി, നമ്മുടെ കുഞ്ഞ് ചെസ്റ്ററിന് തോന്നി അല്ലേ. Miss Raccoon smiled now. She told Chester, "Whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mommy loves you. Mommy loves you." അപ്പോൾ നമ്മുടെ മിസ് റാക്കൂൺ എന്നിട്ട് എന്താണ് പറഞ്ഞത്, ഇനി നീ എന്ത് ചെയ്യണം, നിനക്ക് എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോവാണെന്ന് തോന്നി, നിനക്ക് അമ്മയുടെയോ വീടിൻ്റെ ഭയങ്കര ഓർമ്മ വരുമോ ഒക്കെ ചെയ്താൽ നീ എന്ത് ചെയ്യണം, നീ ഈ കൈയെടുത്ത് പതിയെ നിൻ്റെ കവിളിലോട്ടിങ്ങനെ വെക്കണം, കവിളിലോട്ട് ചേർത്ത് വെച്ചിട്ട് എന്താണ് മനസ്സിൽ ഇങ്ങനെ പറയണം, മോമ്മി ലവ്സ് യു, മോമ്മി ലവ്സ് യു, അമ്മ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് അല്ലേ. ആൻഡ് അപ്പം എന്ത് സംഭവിക്കും, ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അപ്പം എന്താണ് പറഞ്ഞത്, അങ്ങനെ നീ ചെയ്യുമ്പോൾ നിൻ്റെ കയ്യിലുള്ള ആ ഉമ്മ എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് ഇങ്ങനെ ചാടി വന്ന് നിൻ്റെ ഫേസിൽ വന്ന് നിനക്ക് കവിളിൽ, നിൻ്റെ കയ്യിലുള്ള ഉമ്മ നിനക്ക് ആ കവിളിൽ കിട്ടും പോലെ തോന്നും. എന്നിട്ട് എങ്ങനെ വരും, fill you with toasty warm thoughts. Toasty warm thoughts എന്ന് വെച്ചാൽ a pleasant feeling of warmth, അതാണ് ടോസ്റ്റിയുടെ അർത്ഥം. a pleasant feeling of warmth ആണ് ടോസ്റ്റി എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു സേഫായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കാംനെസ് തോന്നുന്നൊരു ഫീല്, അതായത് നമ്മൾ ഒത്തിരി മിസ് ചെയ്യുന്ന ആൾ നമ്മുടെ അടുത്ത് ഉണ്ടെന്ന് പോലെ തോന്നുന്ന ഒരു ഫീലാണല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ എന്താണ് കിസ്.
എന്നിട്ട് എന്ത് ചെയ്തു, ചെസ്റ്ററിൻ്റെ അമ്മ, അതായത് നമ്മുടെ മിസ് റാക്കൂൺ ചെസ്റ്ററിൻ്റെ കുഞ്ഞ് ഫിംഗേഴ്സ് എന്ത് ചെയ്തു, ഇങ്ങനെ പതുക്കെ ആ കയ്യിലെ ഉമ്മയ്ക്ക് ചുറ്റും ഇങ്ങനെ പൊത്തിപ്പിടിച്ചു അല്ലേ. നമ്മളിങ്ങനെ കയ്യിൽ മുട്ടായൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കും പോലെ ആ ഉമ്മേനെ എന്ത് ചെയ്തു, ഇങ്ങനെ പൊത്തിപ്പിടിച്ച് വെച്ച് കൊടുത്തു അല്ലേ. നമുക്ക് ഈ ഒരു പേജ് ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അടുത്ത പേജിൽ എന്താണ് നടക്കുന്നത് നോക്കാമല്ലോ. Now be careful not to lose it, she teased him. But don't worry when you open your hand to wash after having food. I promise the kiss will stick. Chester loved his kissing hand. Now he knew his mother's love would go with him wherever he went, even to the school. That night, Chester stood in front of his school and looked thoughtful. Suddenly, he turned to his mother and grinned. "Give me your hand," he told his mother. Chester took his mother's hand in his own hand and unfolded her large familiar fingers into a fan. Next, he leaned forward and kissed the center of her hand. "Now you have a kissing hand too," he told her with a gentle "Goodbye, I love you," Chester said as he turned and danced away. അപ്പോൾ ഈ പേജിൽ എന്താണ് നടന്നിരിക്കുന്നത്? "Now be careful not to lose it," she teased him. ഇപ്പോൾ ചെസ്റ്ററിൻ്റെ അമ്മ ചെസ്റ്ററിനെ എങ്ങനെ എന്താണ് ടീസിയാണ്. ടീസിയാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കളിക്ക് പറയാന്നൊക്കെ പറയില്ലേ. അപ്പം അതുപോലെ കളിക്ക് ചെസ്റ്ററിൻ്റെ അമ്മ നമ്മുടെ മിസ് റാക്കൂൺ ചെസ്റ്ററിനോട് പറയാണ്, ഇത് കളയാതെ നീ സൂക്ഷിക്കണം എന്നല്ലേ. എന്താണ്, ബട്ട് ഡോണ്ട് വറി വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ് ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. നീ ഇനി ഇത് ഓർത്ത് പേടിക്കണ്ട. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ നേരവും കാണും, കൈ തുറന്നാൽ ഈ കിസ് അങ്ങ് ചാടിപ്പോകുന്നൊന്നും നീ പേടിക്കണ്ട. അങ്ങനെ കൈ തുറക്കുകയൊക്കെ ആണെങ്കിൽ ഈ കിസ് എന്ത് ചെയ്യും, അവിടെ ഒട്ടി തന്നെ ഇരിക്കും, അവിടെ നിന്ന് എങ്ങോട്ടും പോകത്തില്ല എന്ന് നമ്മുടെ മിസ് റാക്കൂൺ ഉറപ്പ് കൊടുക്കുകയാണല്ലേ. Chester loved his kissing hand. Now he knew his mother's love would go with him wherever he went, even to school. അപ്പോൾ ചെസ്റ്ററിൻ്റെ കിസ്സിങ് ഹാൻഡ് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചെസ്റ്ററിന് അറിയാം, ചെസ്റ്റർ ഇനി എവിടെ പോയാലും, അതിന് സ്കൂളിലോട്ടായാലും അല്ലെങ്കിൽ എവിടെ പോയാലും ചെസ്റ്ററിൻ്റെ അമ്മയുടെ സ്നേഹം ചെസ്റ്ററിൻ്റെ കൂടെ തന്നെ കാണുമെന്നല്ലേ. That night Chester stood in front of his school and looked thoughtful. അന്ന് രാത്രി ചെസ്റ്റർ സ്കൂളിൽ പോയി സ്കൂളിൻ്റെ ഫ്രണ്ട് എത്തിയപ്പോൾ അവിടെ നിന്നിങ്ങനെ ആലോചിക്കുവാണ്, എന്തോന്ന് നമ്മുടെ ചെസ്റ്റർ ആലോചിക്കുവാണ്. അപ്പം എന്താണത്? സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. പെട്ടെന്ന് എന്ത് ചെയ്തു, ചെസ്റ്ററിൻ്റെ അമ്മയുടെ ഫേസ് ടു ഫേസ് ആയിട്ട് അമ്മയുടെ ഫ്രണ്ടിലോട്ട് തിരിഞ്ഞ് വന്നിട്ട് അമ്മയെ നോക്കി ഭയങ്കര നമ്മൾ ഈ പല്ല് കാട്ടിച്ചിരിക്കുക എന്ന് പറയില്ല, അതിനാണ് ഗ്രിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പല്ല് കാട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ്, വന്ന് നിന്ന് ഇങ്ങനെ പല്ല് കാട്ടി അമ്മയുടെ ഫ്രണ്ടിൽ നിന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് അമ്മയോട് പറയാണ്, "ഗിവ് മി യുവർ ഹാൻഡ്," ഹി ടോൾഡ്. അമ്മയുടെ കൈ ഇങ്ങ് തരാ. Chester took his mother's hand in his own and unfolded her large familiar fingers into a fan. ചെസ്റ്ററിൻ്റെ അമ്മയുടെ വലിയ കൈകൾ തൻ്റെ കുഞ്ഞു കൈകളിലേക്ക് എടുത്തിട്ട് നമ്മളെ ഫിംഗേഴ്സ് എന്ത് ചെയ്യുന്നു, ചെസ്റ്ററിൻ്റെ അമ്മ ചെസ്റ്ററിൻ്റെ ഫിംഗേഴ്സ് ഫാനാക്കിയതുപോലെ തൻ്റെ അമ്മയുടെ ഫെമിലിയർ ഫിംഗേഴ്സിനെ ഫാനാക്കുകയാണ്. ഫെമിലിയർ ഫിംഗേഴ്സ് എന്ന് പറയാൻ കാര്യം എന്താ, ചെസ്റ്ററിൻ്റെ അമ്മയുടെ കൈകൾ ചെസ്റ്ററിന് അത്രയ്ക്കും എന്താണ് പരിചയമുള്ളതാണല്ലേ, അതാണ് ഫാമിലിയർ ഫിംഗേഴ്സ്. ആ കൈകളെയും എന്ത് ചെയ്തു, ചെസ്റ്റർ പതുക്കെ അമ്മയുടെ ഫിംഗേഴ്സിനെ ഇങ്ങനെ നൂത്ത് ഫാൻ പോലെ ആക്കി. നെക്സ്റ്റ് ഹി ലീൻ ഫോർവേഡ് ആൻഡ് കിസ് ദ സെൻറ്റർ ഓഫ് എ ഹാൻഡ്. എന്നിട്ട് എന്ത് ചെയ്തു, ചെസ്റ്ററും തൻ്റെ അമ്മയുടെ കൈയുടെ സെൻറ്ററിൽ എന്ന് പറഞ്ഞൊരു മുത്തം കൊടുത്തു. "Now you have a kissing hand too." എന്നിട്ട് പറയാം എന്താണ് ചെസ്റ്റർ, ഇപ്പോൾ അമ്മയ്ക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ടല്ലോ. He told her with a gentle goodbye. എന്താണ്, ഇപ്പോൾ അമ്മയ്ക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. നമ്മുടെ ചെസ്റ്റർ പതിയെ അമ്മയോട് ഭയങ്കര സ്നേഹത്തോടെ പറയാണ് ഗുഡ് ബൈ. നമ്മൾ ടാറ്റ ബൈ ബൈ പറയും പോലെ ടാറ്റ ഗുഡ് ബൈ പറയാണല്ലേ. "I love you," Chester said as he turned and danced away. ചെസ്റ്റർ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്ത് ഐ ലവ് യു ഒക്കെ പറഞ്ഞ് പുതിയ ഫ്രണ്ട്സും ബുക്സിനും ഒക്കെ പുതിയ ഒരു സ്കൂളിലോട്ട് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടാനായിട്ട് ഇങ്ങനെ സന്തോഷിച്ച് ഡാൻസും കളിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ പോയി. ഓക്കെ, പോവാണ്.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു പേജും ക്ലിയർ ആയേ. നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ഇനി അടുത്ത പേജിൽ എന്താണ്? Miss Raccoon watched Chester scamper across a tree limb and enter the school. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. The warmth of Chester's kiss filled her heart with special words. Chester loves you, it sang. Chester loves you. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പേജാണല്ലോ. അപ്പോൾ ലാസ്റ്റ് പേജിൽ എന്താണ്? നമ്മുടെ ചെസ്റ്റർ എന്ത് ചെയ്തു? ഒരു സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് എന്ന്. സ്കാമ്പർ എന്ന് വെച്ചാൽ ടു മൂവ് ഇൻ എ ഹറി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓടിച്ചാടി അങ്ങ് പോവുക. ട്രീ ലിംബ് എന്ന് വെച്ചാൽ മരത്തിൻ്റെ കൊമ്പ്, മരക്കൊമ്പ്. അപ്പം എന്ന് വെച്ചാൽ എന്താണ്? ഒരു മരത്തിൻ്റെ അറ്റത്തൂടെ നമ്മുടെ ചെസ്റ്റർ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഭയങ്കര ഹൈപ്പറായിട്ട് ഭയങ്കര സന്തോഷത്തിൽ ചാടി കുതിച്ച് എന്താണ് സ്കൂളിലേക്ക് കയറി പോകുന്നതാണ് നമ്മുടെ മിസ് റാക്കൂൺ നോക്കി നിൽക്കുകയാണല്ലേ. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. അപ്പോൾ പുതിയ സ്കൂൾ വർഷത്തിൽ, അതായത് പുതിയൊരു ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ബെല്ലടിച്ചപ്പോൾ നമ്മുടെ മിസ് റാക്കൂൺ എന്ത് ചെയ്തു? ചെസ്റ്റർ ഉമ്മ കൊടുത്ത ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് മിസ് റാക്കൂൺ തൻ്റെ കവിളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചിരിക്കുകയാണല്ലേ. അപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ മിസ് റാക്കൂൺ എന്താണ് ഫീൽ ചെയ്തത്? ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അപ്പോൾ എന്താണ്? നമ്മുടെ ചെസ്റ്റർ കൊടുത്ത ഉമ്മയില്ലേ, അപ്പം അതെന്ത് ചെയ്തു? നമ്മുടെ മിസ് റാക്കൂണിൻ്റെ ഹൃദയത്തിൽ എന്താണ് സ്പെഷ്യൽ വേർഡ്സ് കൊണ്ട് സന്തോഷം നിറച്ചു. അപ്പം നമ്മുടെ ചെസ്റ്റർ മിസ് റാക്കൂണിനോട് എന്താണ് പറഞ്ഞത്? ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്. ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ ലവ്സ് യു എന്നാണ് ചെസ്റ്റർ എന്ത് ചെയ്ത് കയ്യിൽ ഉമ്മ കൊടുത്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് നമ്മുടെ മിസ് റാക്കൂൺ ഇങ്ങനെ ആ കൈ കവിളിനോട് ചേർത്ത് പിടിച്ചപ്പോൾ എന്താണ് നമ്മുടെ ചെസ്റ്റർ മിസ് റാക്കൂണിൻ്റെ കവിളിൽ ഉമ്മ കൊടുത്തിട്ട് ചെസ്റ്റർ ലവ്സ് യു എന്ന് പറയും പോലെ നമ്മുടെ മിസ് റാക്കൂണിന് തോന്നിയതായിട്ട് മിസ് റാക്കൂണ് ഫീൽ ചെയ്യണമല്ലേ. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ചാപ്റ്ററാണല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് എഴുതിയത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബൌട്ട് ദി ഓഥർ. ഓഡ്രി പെൻ ഈസ് എൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. She is best known for The Kissing Hand, a picture book featuring raccoons with human qualities. അപ്പം എന്താണ് ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്നത്? നമ്മുടെ ഈ ചാപ്റ്റർ എഴുതിയത് ഒരു അമേരിക്കൻ ചിൽഡ്രൻ സ്റ്റോറി റൈറ്ററായ, കുട്ടികളുടെ സ്റ്റോറീസ് എഴുതുന്ന ഒരു റൈറ്ററായ ഓഡ്രി പെൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ് നമ്മുടെ ദ കിസ്സിങ് ഹാൻഡ് എന്ന് എഴുതുന്നത്. മിസ് ഓഡ്രി പെൻ ഫേമസ് അറിയപ്പെടുന്നതും ദ കിസ്സിങ് ഹാൻഡ് എന്ന ബുക്കിനാണ്. ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ബുക്കിൽ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് ഉള്ള റാക്കൂൺസിനെ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് വെച്ചാണ് കാണിച്ചേക്കുന്നത്. അതായത് മനുഷ്യന് കിട്ടുന്ന ഫീലിങ്സ്, നമ്മൾ മനുഷ്യന്മാരല്ലേ സ്കൂളിലോട്ടൊക്കെ പോകുന്നത്, അപ്പം അതൊക്കെ എന്താണ് അങ്ങനെ മനുഷ്യന്മാരുടെ സിറ്റുവേഷൻ എന്ത് ചെയ്തു? റാക്കൂൺസിൽ കാണിച്ചുകൊണ്ട് ഓഡ്രി പെൻ എഴുതിയൊരു ബുക്കാണ് ദ കിസ്സിങ് ഹാൻഡ്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി അങ്ങോട്ടും ഇത് ഓരോ പേജിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? അടുത്ത ഒരു വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ദ കിസ്സിങ് ഹാൻഡ് ടെക്സ്റ്റ് ബുക്ക് തറോ ആയിട്ട് തന്നെ വായിച്ച് വെക്കണം. അറിയത്തില്ലാത്ത വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് മീനിങ് ഡിക്ഷണറി നോക്കി എഴുതി വെച്ചേക്കണം. മീനിങ് കാണാതെ പഠിക്കണമെന്ന് പറയത്തില്ല, പക്ഷേ ആ വേർഡ് എന്താണെന്ന് ചോദിച്ചാൽ മീനിങ് പറയാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? എഴുതി വെച്ച് പഠിക്കുക. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഏതാ ലാംഗ്വേജിൽ പറ്റുന്നതെന്ന് വെച്ചാൽ എഴുതി വെച്ച് പഠിക്കുക. നമ്മുടെ ബുക്കിലുള്ള കുറച്ച് വേർഡ്സ് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.